ഇതാണ് സുഹൃത്തുക്കളെ, ഞങ്ങൾ കാട്ടിലൂടെ ഒരു യാത്രയിലാണ്. ഇത് ഗോണിക്കുപ്പ കുട്ട വഴിയുള്ള വഴിയിലുള്ള കാട്ടിലൂടെയുള്ള ഒരു യാത്രയിൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെ മുറ്റത്തൊക്കെ മാനുകൾ കിടന്നുറങ്ങുക. മയിലുകളുണ്ട്, മാനുകളുടെ കൂട്ടം. റോഡ് സൈഡിലൊന്നും ഇവർക്ക് ഒരു പേടിയില്ല. കാട്ടിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ വഴി നാഗർഹോള വഴിയുള്ള യാത്രയിൽ പോയാൽ മതി. അതൊരു ആനക്കുട്ടിയും ഒരു അമ്മ ആനയും കൂടെ വരുന്നുണ്ട്. റോട്ടിലൂടെ മാത്രമാണ് ഇവർ നടന്ന് പോകുന്നത്. ആനക്കുട്ടിക്ക് കുറച്ചൊരു അപ്പുറത്തും ഇപ്പുറയും വണ്ടി കണ്ടപ്പോൾ മാറിപ്പോകുക കേട്ടോ. പക്ഷെ അമ്മയ്ക്ക് യാതൊരു കൂസലും ഇല്ലാണ്ട് റോട്ടിലേക്ക് വന്നോ എന്നുള്ളൊരു ആക്ഷനൊക്കെ ആയിട്ടാണെന്ന് തോന്നുന്നു അമ്മ ഇങ്ങ് വരികയാണ്. കുട്ടി തടി കഴിച്ചിലാക്കി. കുട്ടിക്ക് കുറച്ച് മര്യാദയൊക്കെ ഉണ്ട്, അവൻ കുറച്ച് മാറി പോവുക. അമ്മ ഗത്യന്തരം ഇല്ലാണ്ട് പുറകെ പോവുകയാണ്. കുട്ടി വലിയ മാനിനാന്നാണ് തോന്നണേ. അവൻ വേഗം വണ്ടികളൊക്കെ കണ്ടപ്പോൾ മാറി കാട്ടിലേക്ക് തന്നെ പോയി. ഉണ്ടോ, അവനവിടെ പോയി. കാട്ടിപ്പോത്തുണ്ട് ഈ വഴി, നിറയെ കാട്ടിപ്പോത്താണ്. കാട്ടിപ്പോത്തുകളുടെ കൂട്ടം. ഇന്നാളും ഞങ്ങളൊരു യാത്ര പോയപ്പോഴും ഇതിലിങ്ങനെ കാട്ടിപ്പോത്തുകൾ ഭയങ്കരമായിട്ട്. യാതൊരു പേടിയില്ല അവർക്ക്. വണ്ടി പോകുമോ, പക്ഷേ നിർത്താൻ ഒന്നും പറ്റില്ല. കണ്ടോ, മയിലുകളുണ്ട്. കാട്ടിപ്പോത്താണ്. ചില കാട്ടിൽ പോയാൽ ഒരു മൃഗങ്ങളെ പോലും കാണില്ല. ചില വലിയ ബ്ലോഗർമാരൊക്കെ പോകുമ്പോൾ ഇങ്ങനെ പോകും, പക്ഷേ മൃഗങ്ങളെയൊന്നും കാണില്ല. അവരിങ്ങനെ ഇപ്പം കാണാമെന്നൊക്കെ പറയാമെന്നല്ലാണ്ട് മൃഗങ്ങളെ കാണാൻ കഴിയില്ല. പക്ഷേ ഈ വഴി പോയാൽ ഇഷ്ടം പോലെ മാനുകൾക്കൊന്നും ഒരു പേടിയില്ല ഇവിടുത്തെ. ഉണ്ടോ, പുള്ളിമാൻ, കൊമ്പന്മാൻ, ഇഷ്ടം പോലെ. ഏത് തരം മാന് വേണം അടുത്തുനിന്ന് എടുക്കാം. റോഡിൻ്റെ തൊട്ടരികത്തൂടിയാണ്. ആനകൾ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഇവരൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞങ്ങൾ ബാക്കോട്ട് പോയേ, വീണ്ടും അവരവിടെ തന്നെ ഉണ്ട്.
പിന്നെ നമുക്ക് കാട്ടിലൂടെ ഇങ്ങനത്തെ സവാരി വണ്ടികൾ പോകുന്നുണ്ട്, ഫോറസ്റ്റ് വണ്ടികളും പോകുന്നുണ്ട്. അപ്പം ഇതാണ് കേട്ടോ റോഡ്. ഇത്രയും കുണ്ടൊക്കെ ഉണ്ട്. കുറച്ച് കുഴികളൊക്കെ അങ്ങോട്ടേക്ക് അടുക്കാനാകുമ്പോണ്ട്. ഒരു 18 കിലോമീറ്റർ 30 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നണത് ഈ കാട്ടിൽ കൂടെ. അങ്ങനെ നമുക്ക് പേടിയാവും. ഇവരൊന്നും ഇല്ലെങ്കിൽ നമുക്കും ഒരു പേടിയാവും. ഈ സ്ഥലങ്ങളിലൊക്കെ സൈഡിൽ കാടില്ല. അങ്ങോട്ടേക്ക് കുറേയും കൂടി അങ്ങ് പോകുമ്പോൾ ഒരു ജംഗ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വഴി അറിയാണ്ടൊക്കെ ആയിപ്പോവും. അങ്ങോട്ടേക്കൊക്കെ കാട്ടിലേക്കൊക്കെ ആണ് പിന്നെ എവിടേക്കൊക്കെയോ റോഡുകളുണ്ട്. സുഹൃത്തുക്കൾ, ഇതാണ് കേട്ടോ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട. ഇവിടെ വന്ന് ആ ഉണ്ണിയപ്പം കഴിച്ച് ചായ കുടിച്ചിട്ട് ഒന്നുകിൽ തിരിച്ചിങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ കാട്ടിലേക്ക്. അപ്പോൾ അതാണ് തിരുനെല്ലി ക്ഷേത്രത്തിലേക്കുള്ള വഴിയും. അവിടെ നിന്ന് കഴിക്കുക. പുല്ലിട്ട തിരുനെല്ലിയിലേക്ക് പോകുന്ന വഴിയും ചായക്കടയിൽ എല്ലാവരും കാട്ടിക്കുളം ഉണ്ണിയപ്പം വാങ്ങാനായിരുന്നു. പക്ഷെ പുല്ലിൻ്റെ അവിടെയൊക്കെ ആന വരും, പക്ഷേ ഈ പുല്ലൊന്നും തോന്നുന്നത് സന്ധ്യ ആയാലും ഇവർ വേഗം കടയടയ്ക്കും. എന്താണെന്ന് വെച്ചാൽ ആന ഇതിലേ വരാറുണ്ടെന്ന് പറഞ്ഞു. തിരുനെല്ലിയിലേക്കും നാഗർകോവിലേക്കുമുള്ള റോഡാണ്. ഓക്കെ, താങ്ക് യു.